അങ്ങനെ ഗ്ലാസ്ഗോവിലെ മറ്റൊരു തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ ലേക്കിലൊക്കെ ഒരു ട്രിപ്പ് പോയി, അതിനുശേഷം തിരിച്ച് ഗ്ലാസ്ഗോവിലെത്തി. ഈ ഗ്ലാസ്ഗോവിൽ നിന്നാണ് നമ്മുടെ ലഞ്ച് കഴിക്കേണ്ടത്. ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടുന്ന് ഒരു ഡിസ്റ്റിലറി കാണാൻ പോകും, വിസ്കിയുടെ ഡിസ്റ്റിലറി. അതായത് വിസ്കികളിൽ ഏറ്റവും ഫേമസ് ആണ് സ്കോട്ട്ലാൻഡ്. സ്കോട്ടിഷ് വിസ്കികൾക്ക് ഭയങ്കര ഡിമാൻഡുമാണ്. ഇവിടെ നല്ലൊരു വാക്കിംഗ് സ്ട്രീറ്റാണ് ഈ ഒരു ഭാഗത്ത്. ഫുഡും പർച്ചേസും എല്ലാം കൂടി നിറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ആർട്ടിസ്റ്റ് പെയിൻറ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ബിസി സ്ട്രീറ്റാണ്. ഗ്ലാസ്ഗോവിലെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. മെയിനായിട്ടുള്ള എല്ലാ ഷോപ്പിംഗ് മാളുകളും ഒക്കെ ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ചാണുള്ളത്. നമ്മുടെ ലഞ്ച് ഒരു ഇറ്റാലിയൻ ഫുഡാണ്. ഇറ്റാലിയൻ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. സിറ്റിയുടെ ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പ്രൈമാർക്കിലാണ്. ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു ഷോപ്പിംഗ് മോളാണ്. മാത്രമല്ല നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. പ്രൈമാർക്ക് നല്ല ലേഡീസ് ആൻഡ് ജെൻസ് കളക്ഷൻസൊക്കെ ഉണ്ട്. വിലയും ഏകദേശം നമ്മുടെ നാട്ടിലെ ഒക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരേ വില തന്നെയാണ് വരുന്നത്. പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അവൈലബിൾ ആണ്. ഇതാണ് ആ ഷോപ്പ്, പ്രൈമാർക്ക്. എല്ലാം ഇതിനകത്തുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ്. അതായത് വിസ്കി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിക്ക് സമീപം. ഇതാണ് സ്കോട്ടിഷ് വിസ്കി ഉണ്ടാക്കുന്ന ഗ്ലെൻഗോയിൻ എന്ന് പറയുന്ന കമ്പനിയുടെ സ്കോട്ടിഷ് സിംഗിൾ മാൾട്ട് വിസ്കിയാണ്. എന്താണ് ഈ സിംഗിൾ മാൾട്ട് വിസ്കിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആ ഒരു ലിക്കറിൽ, ആ ഒരു വിസ്കിയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ആ ഒരു പ്രദേശത്തു നിന്ന് മാത്രം എടുത്തതായിരിക്കും. ഇൻക്ലൂഡിങ് അതിൻ്റെ വെള്ളം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ആ ഒരു പ്രദേശത്ത്, ആ സ്പെസിഫിക് ആയിട്ടുള്ള പ്രദേശം ഏതാണോ ആ പ്രദേശത്ത് നിന്ന് എടുത്തായിരിക്കും. അതാണ് സിംഗിൾ മാൾട്ട് എന്ന് പറയുന്നത്. അതിന് ഇൻഗ്രീഡിയൻസ്, മുന്തിരി വേണമെങ്കിൽ അത്, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതേ ഒരു നാട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതാണ് സിംഗിൾ മാൾട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ കാണുന്നതും അതുപോലത്തെ ഒരു പ്രദേശമാണ്. ഫുള്ള് മരങ്ങളും അതുപോലെ തന്നെ പച്ച പുൽമേടുകളും താഴ്വാരങ്ങളും ഒക്കെ ഉള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ആ ഒരു പ്രത്യേകതയായിട്ടാണ് ഇവിടുന്ന് സിംഗിൾ മാൾട്ട് ഇറങ്ങുന്നത്. അതായത് ഈ ഒരു വാലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിസ്കി. അതാണ് സിംഗിൾ മാൾട്ടിൻ്റെ പ്രത്യേകത. അങ്ങനെ ഗ്ലെൻഗോയിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. 1833 ഈ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത്. അന്ന് മുതലുള്ള ഒരു മദ്യമാണ് ഗ്ലെൻഗോയിൻ. അങ്ങനെ വിസ്കിയുടെ നാടായ സ്കോട്ട്ലാൻഡിലെ ഒരു പ്ലാന്റ് നമ്മൾ സന്ദർശിക്കുകയാണ്. വിസ്കി നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് പോകുന്നത് ഈ പൈപ്പൊക്കെ വഴിയാണ്. അതിനൊരു ടാങ്ക്, വേസ്റ്റ് ടാങ്കൊക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. റോഡ് മുറിച്ച് കിടക്കണം. അപ്പോൾ അതിന് ബട്ടൺ പ്രസ് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നല്ല സ്പീഡിലാണ് ഇവിടെ വാഹനങ്ങൾ പോകുന്നത്. നമ്മുടെ സിഗ്നൽ കിട്ടി.
മുന്നോട്ട് കയറുകയാണ്. ഇതാണ് നമ്മുടെ ഫാക്ടറി. മലയാളികൾ ആരാധനയോടെ കൂടി കാണുന്ന ഒരു മദ്യത്തിൻ്റെ ഒരു ഫാക്ടറിയാണ്. നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളോട്ട് പോകാൻ. അടിപൊളി വീടൊക്കെയാണ്. എന്ത് ഭംഗിയാണ് നോക്കുക. നല്ല അരിഷ്ടത്തിൻ്റെ മണം വരുന്നുണ്ട്. എന്നാൽ ഡിസ്റ്റിലറീൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ എൻട്രി ടൈം ആയിട്ടില്ല. അപ്പോൾ അതുവരെ ഈ ഒരു പരിസരത്ത് നിന്ന് കറങ്ങി നടക്കുകയാണ്. അവിടെ വലിയൊരു ബോയിലറിനുള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നീരാവി പോകുന്നത് കാണാം. ഫെർമെൻറ്റേഷൻ നടക്കുന്ന പ്രോസസ്സാണെന്ന് തോന്നുന്നുണ്ട്. ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ നീരാവിയാണ് ഇവിടെ. ഫുഡ് ലോഡ്ജൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കാനായിട്ട്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അതൊന്ന് കാണാം. ചെറിയൊരു വാട്ടർഫോൾ ഗംഭീരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇതിൽ താമസിക്കാനുള്ളൊരു ക്വാർട്ടേഴ്സാണ്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. നടന്നു നോക്കാം. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. വിസ്കിയിലേക്കുള്ള വെള്ളമൊക്കെ എടുക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോഴേ സിംഗിൾ മാൾട്ട് ആവുള്ളല്ലോ. നല്ല നടപ്പാതയൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല രസമാക്കിയിട്ടുണ്ട് ഭാഗം. വലിയ കുന്നാണ്. കുന്നിൻ്റെ മുകളിൽ തന്നെയാണ് ഇതുള്ളത്. ഇവിടെ കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു നീരുറവ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും നല്ല വെള്ളമായിരിക്കും. ഈ വെള്ളം തന്നെയാണ് അവർ ഡിസ്റ്റിലറിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ. ആ മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന തെളി നീരുറവയാണ് ഈ ഒരു ബ്രൂവറിക്ക് വേണ്ട പ്രവർത്തനത്തിനുള്ള വെള്ളം കൊടുക്കുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. വലിയ കാട് തന്നെയാണ് മുകളിലോട്ടൊക്കെ. ചുറ്റും കാടാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നും, വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു നീരുറവയിൽ നിന്നും വരുന്ന വെള്ളം ഇവിടെയാണ് ഇവർ കളക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു വലിയൊരു ടാങ്ക് പോലെ ഉണ്ടാക്കിയിട്ട്, ഒരു പൂള് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഇവിടെ അത് ഫിൽറ്റർ ചെയ്തിട്ട് ആണ് ഈ വെള്ളം എടുക്കുന്നത്. മദ്യം കഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രോസസ്സ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണല്ലോ. ഫ്രാഗ്മെൻറ്റേഷന് സഹായിക്കുന്ന ഈസ്റ്റ് പോകുന്ന പൈപ്പാണിത്. അതുകൊണ്ട് ഈസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഡിസ്റ്റിലറീൻ്റെ ടൂറിലേക്ക് കയറാൻ പോവുകയാണ്. 98% മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത് ഇന്ന് എന്തോ ഒരു നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇന്ന് നല്ല വെയിലാണ്. അങ്ങനെ ഡിസ്റ്റിലറീൻ്റെ ഉള്ളിലേക്ക് കയറി ഇവരുടെ വക ഒരു ക്ലാസ് ഉണ്ടാവും. ഇവരുടെ ഒരു ക്ലാസ് നടക്കും. My name's Rebecca and this stuff. So we're going to go through and we'll show you how we make our lovely product. And at the end we'll all come together. We're going to split into two groups because we're quite large. We'll split off, we'll do that, we'll come together at the end. To 1833, the same time. Why 1833? Because in 1833 this distillery was born. Yes, a distillery was born. Very good. That's when we got a license to start making whiskey. അങ്ങനെ നമ്മുടെ ഗൈഡ് നമ്മളെയും കൊണ്ടിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ കൊണ്ടുപോവുകയാണ്. Site at Glengoyne before 1908. We used to do it in this building here, okay? This would have been our malting house. Very iconic for distilleries. If you're traveling around Scotland, you see one of those on a building, you'll know that you've come. ഇത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ സ്ഥാപനം ഡിസ്റ്റിലറി ആണോ എന്നുള്ളത്. ഡിസ്റ്റിലറിയിലേക്കുള്ള യാത്രയിലാണ്. ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് ബാർലി, അതുപോലെ തന്നെ വെള്ളവും, പിന്നെ ബാർലി വാട്ടർ, പിന്നെ ഈസ്റ്റും വെള്ളവും മാൾട്ടും ചേർത്താണ് ഉണ്ടാക്കുന്നത്. സ്ക്രീനിങ് മെഷീനാണ്.
വിസ്കി ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണത്. ആദ്യം ബാർലി വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർക്കും. 2 ദിവസം കൊണ്ട് അത് ഉണക്കിയെടുത്ത് ഈ ഒരു ചിമ്മിനിയിൽ അത് നല്ലപോലെ ഉണക്കിയെടുത്ത് ഏകദേശം 5-6 ദിവസം കഴിഞ്ഞാണ് ഇതിൻ്റെ ഒരു ബാർലി തയ്യാറാക്കിയെടുക്കുന്നത്. Okay, we call this grist. 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 Okay? So you'll see. There you'll see there. Do you see the white? That's the sugar. Sugar. That's the sugar. It doesn't taste like sugar. That's ആദ്യം ബാർലി ഈ മെഷീനിലിട്ട് പൊടിക്കുന്നു. ഇതിൽ നിന്ന് ഷുഗർ വേർതിരിച്ചെടുക്കുകയാണ് അടുത്ത പ്രോസസ്സായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ബാർലിയാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. once we get up. ആണ് അതിൻ്റെ പ്ലാന്റിലേക്ക് കയറിയിരിക്കുകയാണ്. Very cool. കുറേ വീപ്പകൾ കാണാം. ഫെർമെൻറ്റേഷന് വേണ്ടി സെറ്റാക്കിയതായിരിക്കും. പ്രോസസ്സ് നമുക്കിവിടെ കാണാം. വിസ്കി തയ്യാറാക്കാനുള്ള ഓരോ കഷ്ടപ്പാട് നമുക്കിവിടെ കാണാം. ഫെർമെൻറ്റേഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. Absolutely. Hi, Frank. That's our lower ton room. Okay? You have 6 very large vats in here. We call these wash vats. They're made from Oregon pine. പൈനിലാണ് ഉണ്ടാക്കിയത്. We use that wood because the trees grow very tall. അടിയിലേക്കും ഉണ്ട് നല്ലപോലെ. There's not much foliage. There's no knot. ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മരം ഉപയോഗിച്ച് പൈൻ ഉപയോഗിച്ചിട്ടാണ്. ഇതിനിടയിലൊന്നും ഗമ്മ് ഉപയോഗിക്കാണ്ടാണ് ഇത് ടൈറ്റ് ചെയ്ത് ഫിറ്റാക്കിയെന്നുള്ളതാണ്. When the yeast and the wort come together, അത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. there we go. ഓ അതിന് ഒടുക്കത്തെ സ്മെല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ. മൂക്കിലേക്ക് ഇങ്ങനെ കയറി അടിക്കുകയാണ്. നമുക്കിതിലെ മണം സഹിക്കാൻ പറ്റില്ല. മുഖത്തേക്ക് അടിക്കുക ചെയ്യുക. ഇത്രയും ടൈറ്റാക്കിയിട്ട് വാഷാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ലെവലുകളാണ് ഈ പല ടാങ്കുകളിലായിട്ടുള്ളത്. അടുത്തിരിക്കുന്ന ഭാഗമാണിത്. ഇവിടുന്ന് ഇനി നേരെ ഇത് കൊണ്ടുപോയിട്ട് ഈസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഫെർമെൻറ്റേഷൻ കാര്യങ്ങൾക്കും ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു ലിക്കർ ഉണ്ടായി വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഉള്ള മദ്യത്തിന് ഏകദേശം 9% വീര്യം ഉണ്ടാവും, ആൽക്കഹോൾ വീര്യം ഉണ്ടാവും. ഇത് താഴോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രൊസീജിയറുകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യ ടാങ്കിൽ നിന്നും ആവിയായിട്ട് 2ാമത്തെ ടാങ്കിലെത്തുന്നു. അവിടുന്ന് 3ാമത്തെ ടാങ്കിലേക്ക് എത്തുമ്പോഴേക്കും ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് 72 വരെ ആവും. ആണ് അതിൻ്റെ താഴെ നിന്നുള്ള ഭാഗം. ഇവിടേക്കാണ് ഫസ്റ്റിലായിട്ട് ഇതിൻ്റെ വാഷ് എത്തുന്നത്. അവിടെ നിന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് 2ാമത്തേതിലേക്ക് പോകുന്നു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് മെച്ചറിങ് പ്രോസസ്സാണ്. അങ്ങനെയാണ് അത് മെച്ചർ ചെയ്തിട്ട് വിസ്കിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓരോ ബ്രാൻഡിൻ്റെയും വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അമേരിക്കൻ നോക്ക് ഓരോ മിക്സിങ് ഘട്ടങ്ങൾ. ഓക്ക് മരങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കിൻ്റെ വീപ്പകളിലാണ് ഇത് സംഭരിച്ച് വെക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി അതിന് പെർഫോമൻസ് കൂടും. ഓരോ ഡിഫറെൻറ്റ് സൈസിലുള്ള വീപ്പകളാണ്. വീപ്പയുടെ ഒക്കെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്യാപ്പാണ്. ഇതിൻ്റെ ഗ്യാപ്പിലൊരു ഗമ്മ് പോലും യൂസ് ചെയ്യാണ്ടാണ് ടൈറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ലീക്ക് പ്രൂഫായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഓരോരോ ഓക്ക് മരങ്ങളാണ്. ഇതിനനുസരിച്ച് ഫ്ലേവർ കൂടി ചേഞ്ച് ആവും. ഇതിൽ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ ബോട്ടിൽ, മുകളിൽ ആദ്യത്തെ ബോട്ടിലുള്ളത് കാലിയായിട്ട്, അതായത് ഫ്രഷായിട്ട് വന്ന ആൽക്കഹോളാണ്. അത് ഓരോ വർഷം കഴിയുമ്പോഴും എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴേക്കും കുപ്പിയുടെ അളവ് പകുതിയാവുകയും ചെയ്തു. അതുപോലെ നല്ല ഡാർക്കാവുകയും ചെയ്തു. 30 വർഷം പഴക്കമുള്ള സ്കോച്ച് വിസ്കി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്.
ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ കാഠിന്യം കൂടി വരികയാണ്. അത് ഡിഫറൻറ്റ് ഓക്കുകൾ തയ്യാറാക്കിയതിൻ്റെ രീതികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഷോപ്പിലേക്കൊന്ന് പോയി നോക്കാം. അത് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും ഇവിടെ വിസ്കി, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറിയതാണ്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ പൂളുമാണിത്. നല്ലൊരു ആംബിയൻസിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടുന്നാണ് നമുക്ക് മദ്യം ടേസ്റ്റ് ചെയ്യാൻ തരുന്നത്. നമുക്ക് മദ്യത്തിൻ്റെ സാമ്പിൾ ഇവിടുന്ന് തരുന്നുണ്ട് വിസ്കിയുടെ. അങ്ങനെ വിസ്കി ടേസ്റ്റിംഗ് ആണ്. വിസ്കി ടേസ്റ്റിങ്ങിനായിട്ട് വിസ്കി എത്തിയിട്ടുണ്ട്. അതിൽ നല്ല ടേസ്റ്റുള്ളൊരു വിസ്കിയാണ് ഇവിടുത്തത്. അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അങ്ങനെ സാമ്പിളൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ അടുത്ത ഇതിൻ്റെ പർച്ചേസിങ്ങിനുള്ള സ്ഥലമുണ്ട്. ഞാൻ അവിടെ പോയിട്ടൊന്ന് നോക്കാം. ഇവിടെ നല്ലൊരു ഷോറൂമുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഗ്ലെൻഗോയിൻ്റെ ലിക്കർ പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാൻ പറ്റും. ഇത് ഏറ്റവും വില പിടിച്ച് 230 പൗണ്ടിൻ്റെ ഉണ്ട്. £500 മദ്യം 3,50,000. ഗ്ലെൻഗോയിൻ്റെ അതർ പ്രൊഡക്ട്സുകളും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളക്ഷനാണിത്. റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഡിസ്റ്റിലറി ഉള്ളത്. അവിടുന്ന് മാനുഫാക്ചറിങ് ഒക്കെ കഴിഞ്ഞ് പ്രോഡക്റ്റ് പൈപ്പ് വഴി ഈ ഒരു ഭാഗത്തേക്കാണ് കൊണ്ടുവരുന്നത്. ഇതാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന യൂണിറ്റ്. ഇവിടുന്നാണ് അതിൻ്റെ പാക്കിങ്ങും സീലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. രസമുള്ളൊരു വാലിയിലാണ് ഈ ഒരു ഡിസ്റ്റിലറീൻ്റെ സ്ഥാനം. അപ്പം നമുക്ക് ആ ഒരു മുകളിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലൊരു കൂർത്തൊരു ഭാഗം കാണാം. ആ ഭാഗം കണ്ടാൽ അത് ഉറപ്പിക്കാം അതൊരു ഡിസ്റ്റിലറി ആണെന്നുള്ളത്. വലിയ ടാങ്കൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെ വീപ്പൊക്കെ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇതിലൊക്കെ ലിക്കറാണ്, ഒക്കെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക പഴക്കമാകുന്ന സമയത്താണ് പിന്നെ എടുക്കുക. ഞാനിങ്ങനെ ഈ സിറ്റിയിൽ വാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. അതായത് ഈ റോഡിൽ ചോക്ലേറ്റിൻ്റെ പൊതികൾ റാപ്പേഴ്സ് കിടക്കുന്നുണ്ടായിരുന്നു. കുട്ടികളാരോ ഇട്ടത് അതുപോലെ കുറച്ച് റാപ്പേഴ്സ് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് അതെല്ലാം പെറുക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഉദ്യോഗസ്ഥനാണോ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, ഇത് വേസ്റ്റ് മുഴുവൻ നമ്മുടേതാണ്, അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എടുത്ത് മാറ്റുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ശരിക്കും വലിയൊരു പോയിൻ്റാണ് പൗരബോധം എന്നുള്ളൊരു പോയിൻ്റ്. വളരെ വലിയൊരു പോയിൻ്റ് തന്നെയാണ്. കാരണം ഇതിപ്പോൾ ആരിട്ട് കഴിഞ്ഞാലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഭാഗമായി ഇവിടെ കണ്ടൊരു വേസ്റ്റ് ഞാനും എടുത്ത് വേസ്റ്റിലേക്ക് കൊണ്ടിട്ടു. അങ്ങനെയുള്ള ദീർഘവീക്ഷണമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിനെ അതിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നത്. ഫുള്ള് ഉന്മാദത്തിൻ്റെ ഒരു ലോകമാണ് ഇവിടെ. അടിച്ചിട്ട് ഒരാൾക്ക് നിൽക്കാൻ വയ്യാണ്ട് ആടുന്നുണ്ട്. നമ്മൾ മാത്രമല്ല അടിച്ചാടുന്ന ആൾക്കാരെന്ന് മനസ്സിലായി. നല്ല ഹാപ്പനിങ് പ്ലേസ് തന്നെയാണ് ഇവിടെ. ഇവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു ഭാഗത്ത്. ഫുള്ളായിട്ട് ഉന്മാദത്തിൻ്റെ ഒരു ഏരിയ ആണ്. എങ്ങും മദ്യപാനവും പുകവലിയും തന്നെയുള്ളൂ. ഫുള്ള് ആഘോഷത്തെരുവ്. അവിടെയൊക്കെ പാർട്ടികൾ നടക്കുകയാണ്. ഉള്ളിലെ തിരക്ക് നോക്കുക, എന്താണ് തിരക്ക്. ഫുള്ള് പരിപാടികളാണ്.